5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാം യൂണിറ്റിലെ കാട്ടിലെ കളികൾ എന്ന കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നുമേച്ചിങ്ങനെ നിന്നു വീളങ്ങീന നന്ദതാനുജൻ താനന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നണ്ണി. കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാമെന്നു ചൊല്ലി. താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ. എന്നതു കേട്ടോരു ചങ്ങാതിമാരെല്ലാം മങ്ങനെ വേണുന്നു തന്നു ചൊല്ലി. ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളാണ്. ശ്രീകൃഷ്ണൻ എന്താണ് കന്നുകാലികളെ മേയ്ക്കാനായിട്ട് കാട്ടിൽ പോകുന്ന ആ കുസൃതി പിടിച്ച കുട്ടിക്കാലത്തെയാണ് കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടുകാരെ എല്ലാം വിളിച്ചുണർത്തിയിട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ കന്നുകളെ മേച്ച് ഉല്ലസിക്കുന്നതായിട്ടാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കേക്കികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാടുമ്പോൾ ചായ പിടിപ്പാനായി യാക്കമേലൊരു മോടിയോടി. പക്ഷികൾ പാടുമ്പോൾ ചായ പിടിപ്പാനായി യാക്കമേ എല്ലാവരും ഓടിയോടി. ഇവിടെ കുട്ടികളുടെ കുസൃതികളാണ്. ഉണ്ണികൃഷ്ണൻ്റെ കൂടെ കൂടിയിട്ട് ഉണ്ണികൃഷ്ണൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്താ ചെയ്യുന്നത്? കോകിലം പാടുമ്പോൾ കൂടെ പാടുക, പക്ഷികൾ എന്താണ് പാറുമ്പോൾ എന്താണ് അവരുടെ കൂടെ കളിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ കളിയെല്ലാം നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന വിധത്തിലാണ് ഇവിടെ നമ്മുടെ കവി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കത് റിയലായിട്ട് നടക്കുന്നതായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ എന്താണ് വാങ്മയ ചിത്രം പോലെ കവി വരച്ചിടുന്നു. അന്നങ്ങൾ പോലെ നടന്നതിൽ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു. പിന്നെ എന്താണ് ഓരോ പക്ഷിമൃഗാദികളെയും ഈ കുട്ടികൾ എന്ത് ചെയ്യാണ് അനുകരിക്കുന്നതായിട്ടാണ്. അവരെന്താ ചെയ്യുന്നത് അത് ചെയ്യുക, എന്നിട്ട് അതുപോലെ കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് കാട്ടിൽ. തന്നീഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പോരുകയും. കണ്ടോ എന്താണ് തൻ്റെ നിഴലിനോട് വരെ തന്നെ കൂട്ടുകാരെന്ത് ചെയ്യാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാട്ടിൽ കാണുന്ന എല്ലാ മൃഗങ്ങളോടും സല്ലപിച്ച് എന്താണ് ഉല്ലസിക്കുകയാണ് ഇവിടെ. തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പോരുകയും നിന്നു കളിക്കുകയും പേശുകയും എന്താണ് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആനിമൽസിനോട് പേശുക എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷി മൃഗാദികളോടും സംസാരിച്ചു കൊണ്ട് അവരെന്താണ് ശരിക്കും അവരുടെ കുട്ടിക്കാലം എന്താണ് നല്ല എൻജോയ് ചെയ്യുകയാണ് അല്ലേ. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലു പിടിച്ചു വലിച്ചും. പിന്നെ വാനരം എന്താണ് കുരങ്ങന്മാർ മരങ്ങൾ കയറുമ്പോൾ അവരുടെ വാല് പിടിച്ച് വലിക്കുക. അങ്ങനെയുള്ള കുസൃതികൾ കാട്ടിക്കൊണ്ട് അവരിങ്ങനെ എന്ത് ചെയ്യാണ് കാട്ടിലൂടെ കന്നുകളെയും മേച്ച് നടക്കുകയാണ്. ശ്രീകൃഷ്ണനും കൂട്ടുകാരും അത്രയും നല്ലൊരു കുട്ടിക്കാലമാണ് അവർക്കൊക്കെ എന്താണ് കാവ്യങ്ങളിലൂടെ കവി വരച്ചിടുന്നത്. ഇന്ന് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു കാലമുണ്ടോ? ഇല്ലല്ലോ. അവരിങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ചുറ്റിലുണ്ടോ? ഇല്ല. എന്താണ് കുറഞ്ഞ സമയമാണെങ്കിലും നമ്മളൊക്കെ എന്താ ഫോണുകളിലാണ് അല്ലേ. കുറച്ച് കൂട്ടുകാരോടുകൂടി വീട്ടിൻ്റെ അടുത്തെങ്കിലും പോയിട്ട് എന്താണ് മൈതാനത്തിലൊക്കെ ഒന്ന് കളിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആനന്ദം അനുഭൂതിയൊക്കെ വേറെ തന്നെയാണ്. പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്ത പൈതങ്ങളായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി കവി പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്ക് നല്ല
പുണ്യം ചെയ്ത നല്ല കുട്ടികളാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ണനായിട്ട് ഭഗവാനായിട്ട് കളിക്കാനും പറ്റുന്നുണ്ടല്ലേ. കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നോരു ദാനവൻ, ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. കംസന്റെ ചൊല്ലാലെ, കംസൻ പറഞ്ഞിട്ട് വന്ന ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. ഹംസത്തിൻ്റെ ചാരത്ത് കാകൻ, കാക്കയെ പോലെ അവർ നിൽക്കുന്നതായിട്ടും കവി എന്ത് ചെയ്യാണ്, കംസനെയും കൂടി ഈ സന്ദർഭത്തിലേക്ക് എന്ത് പറയുന്നുണ്ട്. കംസൻ ശ്രീകൃഷ്ണനെ നമുക്കറിയാം വധിക്കാൻ വേണ്ടി. ശ്രീകൃഷ്ണൻ കംസൻ്റെ അന്തകനാന്നാണ് പുരാണങ്ങളിലെല്ലാം. അപ്പോൾ കംസൻ ചൊല്ലാലെ വന്നൊരു ദാനവൻ കംസൻ പറഞ്ഞതനുസരിച്ച് വന്ന ഇതുപോലെ ഹംസങ്ങൾ ദൂത് പറയുന്ന ഹംസങ്ങൾ ചാരത്ത് സമീപത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെറുശ്ശേരി മനോഹരമായ ഒരു കവിത കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൃഷ്ണഗാഥയിൽ അല്ലേ, കൃഷ്ണഗാഥയുടെ ചെറിയൊരു ഭാഗമാണിത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നല്ലപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന താളം കൊടുത്ത് ചൊല്ലി 3-4 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഇത് മനസ്സിൽ പതിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.